ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ചീസ് ഓംലേറ്റ് തയ്യാറാക്കാനാണ് എത്തിയിരിക്കുന്നത്. എഗ്ഗൊന്നും യൂസ് ചെയ്യാതെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഒരു ചീസി ഓംലേറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ വായിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി പോകുന്ന ഒരു ഓംലേറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക്. ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം അളവ് നമ്മൾ കടലമാവ് എടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവ് മൈദ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ പറയുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരു 2 ഓംലേറ്റ് തയ്യാറാക്കുന്ന മെഷർമെൻ്റാണ് പറയുന്നത്. എന്നിട്ട് ഇതിലേക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം അളവ് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3/4 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഓംലെറ്റ് വന്നിട്ട് നന്നായിട്ട് പഫി ആയിട്ടിരിക്കാനായിട്ടാണ്. പിന്നെ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം അളവ് നമ്മൾ സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ്, ചെറിയ പീസസ് ആയിട്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക, അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മാവിലൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഓംലേറ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിലെടുക്കുക. അതായത് ഇഡ്ഡലി മാവിൻ്റെ പരുവാവരുത്, ഒരു ദോശ മാവിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസി ആ ഒരു ഇതിലെടുത്താൽ മതി. പിന്നെ ഒത്തിരി തിക്കും ആവരുത്, ഒത്തിരി ലൂസും ആവരുത്, അങ്ങനത്തെ ഇതിലെടുക്കുക. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുമല്ലോ, ആ രീതിക്ക് എടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓംലേറ്റ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ചീസി ആയിട്ടുള്ള ഓംലേറ്റ്. ഫസ്റ്റ് ഒരു പാൻ എടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുക. അതൊന്ന് ഹീറ്റ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എറൗണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ സ്പൂൺ ചെറുതായതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക, പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കുക. ഒത്തിരി തിന്നായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. ഇതിങ്ങനെ ആകുമ്പോഴേക്ക് നമ്മൾ 2 പീസ് ചീസിൻ്റെ സ്ലൈസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ചീസിൻ്റെ സ്ലൈസ് 2 എണ്ണം. അത് നിങ്ങൾക്ക് കൂടുതൽ വെക്കണമെങ്കിൽ ഒരു 3-4 വേണമെങ്കിൽ വെക്കാവുന്നതേ ഉള്ളൂ. ആ ഓംലെറ്റിൻ്റെ മൊത്തം കവർ ചെയ്ത് അങ്ങനെയും വെക്കാം. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് 2 പീസ് ബ്രെഡ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിത് മറിച്ചിടുന്നുണ്ടല്ലോ, ഓംലെറ്റ് നമ്മൾ മറിച്ചിടുമല്ലോ, അങ്ങനെ മറിച്ചിടുമ്പോഴേക്കും ആ സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പിയായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഈ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഈ സൈഡും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ ആ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ടോസ്റ്റായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കുക്ക് ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോവും. പിന്നെ അകമൊക്കെ വേവാത്ത കണക്ക് നമുക്ക് തോന്നും. അതുകൊണ്ട് ലോ ടു മീഡിയമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ പുറത്ത് കുറച്ചൊരു ചെറിയ പീസ് ബട്ടർ കൂടെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറത്തൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് സൈഡിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ബ്രെഡിൻ്റെ അടിഭാഗത്തേക്കൊക്കെ ഈ ബട്ടർ എത്തത്തക്ക രീതിക്ക് മെൽറ്റാക്കി കൊടുക്കുക. നമ്മുടെ ഓംലെറ്റ് നന്നായിട്ട് പഫിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ളത് ബ്രെഡിലോട്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കാനായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരെ തന്നെ സെർവിങ്ങിലോട്ട് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ നല്ല ചീസി ആയിട്ടുള്ള ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യാൻ എടുക്കുന്നത്. അതിന് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ പുറത്ത് കുറച്ച് മല്ലിയില കൂടെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം.
അപ്പോൾ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ടെക്സ്ചർ. ഇത് നന്നായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇത് നമ്മുടെ വായിലിട്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഒത്തിരി കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റി ആയിട്ട് ഓംലേറ്റ് കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.